തീർച്ചയായിട്ടും ഒരു പരാതി കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ മാനസികമായി ഒരുപാട് വ്യഥകൾ ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും ഒരാൾ പരാതി കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത്. ആ പരാതി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു റൈറ്റ് ഫോർ ഹെൽപ്പിംഗ് ഹാൻഡ് ആണ്. എനിക്കൊരു സഹായം വേണം എന്ന് പറയുന്ന ഒരു കോളാണത്. അവിടെ അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മുടെ സൈബർ ഇടങ്ങളിൽ കാണുന്നത് ഈ പരാതിപ്പെടുന്ന വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന പരാതിപ്പെടുന്ന ഒരു വ്യക്തിയെ അനോണിമസ് ആയിട്ടിരുന്നുകൊണ്ട് എന്തും പറയാം എന്നുള്ളൊരു ലൈസൻസ് പലപ്പോഴും ആൾക്കാർ എടുക്കുന്നുണ്ട്. അവിടെ തങ്ങൾ പല കാര്യങ്ങൾക്കും രണ്ടഭിപ്രായം ഉണ്ടാവും, പലർക്കും പല പക്ഷമുണ്ടാവും. പക്ഷെ ഏത് ഭാഷയും ഉപയോഗിക്കാം, എത്ര നിഷ്ക്രിയമായിട്ടും അവരെ വളരെ നികൃഷ്ടമായിട്ട് അവരെ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാം. അതിനൊരു സഭ്യത വേണം എന്ന് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നില്ല എന്നുള്ളത് സൈബർ ബുള്ളിങ്ങിന്റെ ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോ അവിടെ ഏത് ഭാഷയും ഉപയോഗിക്കാം, എത്ര മോശപ്പെട്ടും സംസാരിക്കാം എന്നുള്ള ഒരു ധൈര്യം ആൾക്കാർക്ക് കിട്ടുന്നത് അവിടുത്തെ അനോണിമിറ്റിയാണ്. ഇത് ആരാണെന്ന് അറിയുന്നില്ല. പലതും വരുന്നത് പല ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മളൊരു സഹായത്തിന് വേണ്ടി ചോദിക്കുകയും അവിടെ ഒരു നിയമസഹായം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സപ്പോർട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് വീണ്ടും സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വരുമ്പോൾ ഏതൊരു വ്യക്തിക്കും അതൊരു ട്രോമ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാണ്ടിരിക്കാം, പ്രതികരിക്കണ്ട എന്ന് സമൂഹം വിചാരിക്കുന്നത്. കാര്യം സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മൾ അതിന് സഹായം തേടുമ്പോൾ വീണ്ടും നമ്മൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഒരു പഴഞ്ചൊല്ലുണ്ട്, വീടിന് മുകളിലേക്ക് അറിഞ്ഞു നിൽക്കുന്നത് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് മുറിക്കണം എന്നുള്ളത്. അപകടങ്ങൾ വരുത്തുന്ന ഒരു കാര്യത്തിന് ഇനി ഏത് ന്യായം കൊണ്ടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അയാൾ ഇനി എത്ര നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ്, നന്മകൾ അംഗീകരിക്കപ്പെടുന്നു, നന്മകൾ പുള്ളി ചെയ്യുന്നത് അംഗീകരിക്കപ്പെടുന്നു. അദ്ദേഹം എന്നല്ല, ഏത് വ്യക്തി ചെയ്യുന്നതും അംഗീകരിക്കപ്പെടുന്നുമുണ്ട്. പക്ഷെ അതിന്റെ മറവിൽ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു ലൈസൻസ് അല്ലല്ലോ അത്. ഇന്ന ആളായത് കൊണ്ട് ഇത് വായിൽ തോന്നുന്ന വിളിച്ചു പറയുന്നു എന്ന് മാത്രമല്ല, ഇവിടെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തനങ്ങൾ വരുന്നത്. അപ്പൊ കുറെ നന്മകൾ ചെയ്യുന്നു, അതിന്റെ ഇടയിൽ ഞാൻ കുറെ തെറ്റുകൾ ചെയ്യും, അത് നിങ്ങൾ അങ്ങ് കണ്ണടച്ചേക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അതിനെ ന്യായീകരിക്കുന്നവരുടെ മനസ്സിലും ഇതുപോലെയുള്ള ദുഷ്ചിന്തകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർക്കത് പുറത്തു കാട്ടാൻ കഴിയാത്തത് കൊണ്ട് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം കരുതാനായിട്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.